ഗൈസ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് എവിടെയാണെന്ന് നമ്മൾ കൊല്ലത്തുള്ള കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാരും നമ്മളോട് പറഞ്ഞത് മന്തി മനസ്സിൽ. എന്റെ പൊന്ന് ഗൈസ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ വെളിയിൽ നിൽക്കുക കേട്ടോ, ഒരു രക്ഷയില്ലാത്ത. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കും കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കാണ്, ഇവിടെ കയറാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് മന്തിയാണ് കേട്ടോ ഇവിടുത്തെ ഫോക്കസ് ഐറ്റം. അപ്പം ഒരുപാട് ആൾക്കാർ ഈ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ബുക്ക് ചെയ്തിട്ട്. ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെ? കടപ്പാക്കടയോ? അപ്പൊ കടപ്പാക്കടയിലുള്ള മന്തി മനസ്സിലാണ് കേട്ടോ. അപ്പൊ ഫുഡ് കിട്ടുമോ നോക്കാം. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. അകത്തെ തിരക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പെരി പെരി മന്തി അല്ലേ? പെരി പെരി അല്ലേ? ആ ഓക്കെ, ഇത് പെരി പെരി മന്തി, ഇത് നോർമൽ മന്തി. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, 3 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നോർമൽ മന്തി അവരെ ഓർഡർ ചെയ്ത കേട്ടോ ഗൈസ്, നമ്മളല്ല. അപ്പോൾ അതിന്റെ റിവ്യൂ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. നമുക്ക് പെരി പെരി മന്തിയിൽ 2 പീസും 2 പീസും വരുന്നുണ്ട്, ഇത്രയും റൈസും വരുന്നുണ്ട് കേട്ടോ. പോടാ. ആ വൈശാഖ് പറയുന്നത് കൊള്ളാം കേട്ടോ. മുഗൾ ബിരിയാണിയെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നോർമൽ ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി അല്ലല്ലോ, ഇത് മന്തി അല്ലേ? അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു, എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞേ? അപ്പൊ ഓക്കെ. അപ്പം നിങ്ങളുടെ നോർമൽ മന്തി എങ്ങനെയുണ്ട്? നൈസാണോ? ഫസ്റ്റ് ടൈം ആണോ ഇവിടുന്ന് കഴിക്കുന്നത്? ആണോ? അപ്പൊ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആട്ടെ ഇവര്. ആഴ്ച വരാറുണ്ട് അല്ലേ? നമ്മൾ കേട്ടോ, നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈം ആണ്, നമ്മൾ ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മന്തി കഴിക്കുന്നത്, അതും മന്തി മനസ്സിൽ നിന്ന് കേട്ടോ. കൊല്ലത്ത് കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്നത് ഇവിടെയാണ് നമ്മൾ. അപ്പം കുറച്ച് ചിക്കൻ പെരി പെരി എന്താണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട്, മയോണീസ് ഉണ്ടോടാ മോനെ? ഇതിൽ കുറച്ച് മയോണീസ് വെച്ചേ. അപ്പൊ ഈ പെരി പെരി എടുത്തിട്ട് ഈ മയോണീസിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിവാ. നല്ല സ്പൈസിയാ, നല്ല അഭിപ്രായമാണ്, നല്ല ഫുഡാണ്. ഞങ്ങൾ ഇവിടുന്ന് മിക്കപ്പോഴും വന്ന് കഴിക്കാറുണ്ട്, നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്. നമ്മുടെ ഈ ഒരു കൊല്ലത്ത് ഈ ഒരു മന്തി ഫേമസ് ആയിട്ട് വരുന്നത് ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ടീമായിട്ട് തന്നെയാണ് എപ്പോഴും വന്ന് കഴിക്കാറ്. എല്ലാവർക്കും അഭിപ്രായമാണോ? നല്ല ഫുഡാണ്, നല്ല സർവീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യവും ക്വാളിറ്റിക്ക് അതൊന്നൊരു എന്താ പറയുക കോംപ്രമൈസും ഇല്ല. എപ്പം വന്നാലും ഒരേ ക്വാണ്ടിറ്റി
ഒരേ ക്വാളിറ്റി എല്ലാം കിട്ടാറുണ്ട്. അപ്പൊ ചേട്ടൻ ഇവിടുന്ന് കഴിച്ചതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട മന്തി ഏതാ? നമ്മളിവിടെ നോർമൽ മന്തിയാണ് കഴിക്കാറുള്ളത്. നോർമൽ മന്തി വെല്ലുന്ന സംഭവം ഇല്ലെന്നാണ് നമ്മുടെ. ചിക്കൻ ആണോ? ചിക്കൻ നോർമൽ. ചേട്ടനോ? സൂപ്പറാ. ചിക്കൻ മന്തി തന്നെ. ചിക്കൻ മന്തി തന്നെ നമ്മളെപ്പോൾ വന്നാലും ഒരേ കണക്ക് തന്നെ. അങ്ങോട്ടും മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ എന്നും അതേ കണക്ക് തന്നെ. ഞങ്ങളിപ്പം കൊല്ലത്തെ നമ്മൾ കുറെ പേരടുത്ത് റിവ്യൂ ചോദിച്ചു ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന എവിടെയാണെന്ന്. അപ്പൊ കൂടുതൽ ആൾക്കാരെ നമ്മളോട് പറഞ്ഞത് മന്തി മനസ്സിലാണ്. ഞങ്ങളിവിടെ വരുന്ന ടൈമിന് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തത്ര ആളായിരുന്നു. മന്തി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കൊല്ലത്ത് വരുമ്പം ഇതേ ഉള്ളൂ. ഇതിന്റെ മേളിൽ വേറെ ഒരു സംഭവമില്ല. അതുപോലെ നമ്മൾ വേറെ പലയിടത്തും മന്തി കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ അത്രയും ക്വാളിറ്റി വന്നിട്ടില്ല. സർവീസ് ഭയങ്കര മോശമായിരുന്നു. ഇത് ഫാർ ബെറ്റർ എന്നല്ല, ഇതാണ് ബെസ്റ്റ് സർവീസ് ആണ് ഇവരുടെ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ മന്തി മനസ്സിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പം നമുക്ക് കിട്ടിയൊരു 3 ചങ്ക്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പേര് ചോദിച്ചില്ല ഇവരുടെ. ബ്രോയുടെ പേരെന്തായിരുന്നു? രോഹിത്. അപ്പൊ ഇത് രോഹിത്, ഇതോ സാന്ദ്ര, ഇതോ ആർച്ച കേട്ടോ. അപ്പം 3 പേരെ പരിചയപ്പെടാൻ പറ്റി, അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം വേറെന്താ പറയാനുള്ളത്? അപ്പൊ മന്തി മനസ്സിലെ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അതല്ലേ, നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞായിരുന്നു നമ്മുടെ കേട്ടോ, നമ്മള് ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പൊ മന്തി മനസ്സിൽ അപ്പൊ കൊല്ലത്തുള്ളവരും കൊല്ലത്ത് വരുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും മന്തി മനസ്സിൽ വരിക. വരുന്നതിന് നേരത്തെ ബുക്ക് ചെയ്ത് വരും കേട്ടോ. ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം. ഇവിടെ വന്ന് വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കാനേ വരത്തോളൂ. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ.